ഈ പട്ടി ചന്തയ്ക്ക് പോവുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഈ ചില ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ വാക്കുകൾക്കൊക്കെ എത്ര അർത്ഥമാണല്ലേ എന്ന് തോന്നിപ്പോകുന്നത് അല്ലേ. ഇന്നൊരു ഓഫ് ഡേ ആയിരുന്നു. വളരെ പ്രൊഡക്റ്റീവ് ആക്കണമെന്ന് ചിന്തിച്ച് രാവിലെ തന്നെ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ അത് എൻ്റെ ഇപ്പം ഇത് ഭയങ്കര ശോകമായിട്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ തന്നെ GPയിലൊന്ന് പോവുകയാണ്. നമുക്ക് കുറച്ച് മെഡിസിൻസ് എടുക്കാനും ഓർഡർ ചെയ്യാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒരു 8:30 ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പോയി GP പോയിട്ട് പ്രിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് നേരെ ഫാർമസി പോയിട്ട് വാങ്ങിക്കണം. 9 മണിയാകുമ്പോഴത്തേക്കാണ് ഫാർമസി ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ അതൊക്കെ രാവിലെ ഒന്ന് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇന്നൊരു ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഒരു ദിവസമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് നല്ല ഹൈറ്റിൽ നിൽക്കുന്ന കുറച്ച് ബുഷസും പിന്നെ ഒരു ചർച്ചൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തൊട്ടടുത്താണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് മൊത്തം ഒരു 3 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ പിള്ളേരുടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് നമ്മളിപ്പോൾ ചെല്ലുന്നത്. അപ്പോൾ ആ കോമ്പൗണ്ട് കയറിയിട്ട് ആ കോമ്പൗണ്ട് കയറി കഴിയുമ്പോൾ അതിൻ്റെ അകത്താണ് സ്കൂളും ചർച്ചും ഒക്കെ ഒരുമിച്ചാണ്. അപ്പോൾ അതിന് നേരെ ഗ്രൗണ്ട് നമ്മൾ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ GP എത്തും. ഇങ്ങോട്ടെല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ ഇതൊരു പഴയ കത്തോലിക്ക ചർച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളിടയ്ക്ക് പോവാറുള്ളതും കുറച്ച് നേരം ഇരിക്കാറുള്ളതൊക്കെ ഉള്ളൊരു ചർച്ചാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പൊതുവേ പോവാറുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ മെഡിസിനൊക്കെ അങ്ങനെ പോയിട്ട് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടൂന് പാർക്കിൽ പോകണം എന്നൊരാഗ്രഹം. നേരെ ഓപ്പോസിറ്റ് പാർക്കാണ്. പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മഴ ഇങ്ങനെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞെന്നാൽ ഓക്കെ പോവണ്ടെന്ന്. പിന്നെ പിള്ളേരൊരാഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അതുകൊണ്ടെന്നാൽ പിന്നെ മഴയാണേലും വേണ്ടിയല്ല, പോയി പാർക്കിലേക്ക് പോവാം എന്ന് വെച്ച് പാർക്കിലേക്ക് ചെന്ന് ഒരു എനിക്ക് തോന്നുന്നു 2 മിനിറ്റ് തികഞ്ഞതേ ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ വരാനൊക്കെ തുടങ്ങി. പിന്നെ നമ്മളൊക്കെ പണ്ട് എത്ര മഴ നനഞ്ഞതാ എന്നുള്ള ഓർമ്മയിൽ ഞാൻ അവരോട് കുഴപ്പമില്ല നിങ്ങൾ കളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് മഴ നനഞ്ഞ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ പാർക്കിൽ കളിക്കാൻ നേരത്ത് ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം അങ്ങനെ അവർ കുറച്ച് കളിച്ച്. പക്ഷേ മഴ ഇങ്ങനെ ശക്തി കൂടി വന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെ അതിൻ്റെ മഴയൊന്നും നനയല്ലാത്ത കുറച്ച് ഏരിയ ഉള്ളിടത്തേക്ക് നമ്മൾ കയറി ഇങ്ങോട്ട് ഇരുന്ന് കേട്ടോ. മഴ പോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ വലിയ കാര്യമായിട്ട് മഴ പോയൊന്നുമില്ല. പിന്നെ അവിടെ ഇരുന്ന് ആ തണലൊക്കെ തണലല്ല മഴ നനയല്ലാത്തൊരു സ്ഥലമൊക്കെ ആയിരുന്നുകൊണ്ട് നമ്മളവിടെ ഇരുന്ന് കുറച്ച് എന്താണ് റീൽസും ഷോർട്സൊക്കെ നമ്മളവിടെ ഇരുന്നുകൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം പിന്നെ കൊച്ചിന് നമ്മളങ്ങ് പോയതേ ഇല്ലായിരുന്നെങ്കിൽ അവന് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പം അവൻ നമ്മൾ കൊണ്ടുപോയല്ലോ എന്നുള്ള ഒരു സന്തോഷവും അതൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. അവനങ്ങ് ഹാപ്പി ആയിരുന്നു. പിന്നെ സമയം അധികം കിട്ടാത്തതിൻ്റെ ഒരു ചെറിയ ഇതും. പിന്നെ നമ്മളവിടെ ഇരുന്നിട്ട് മഴ ഇങ്ങനെ മൊത്തത്തിൽ പോകുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. അതുകൊണ്ട് കിട്ടിയ മെഡിസിനും തലയിൽ വെച്ചോണ്ടാട്ടോ എൻ്റെ വരവ്. കാരണം എൻ്റെ ജാക്കറ്റിന് കോട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും മണ്ടക്കം നടന്ന് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറിയത്. നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല ബ്രൈറ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന നമ്മൾ അവസാനം ഇങ്ങനെ നടന്നിങ്ങ് പോരേണ്ടി വന്നു. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ അടുത്ത പ്ലാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് വെളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ചെറിയൊരു ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വീണ്ടും മഴ മാറിയ സമയം നോക്കിയിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ആദ്യം തുണിയുടെ സെക്ഷനിലേക്കൊക്കെ ഒന്ന് പോയി. അപ്പം അധികം ഒരുപാട് കോസ്റ്റ്ലി അല്ലാത്ത സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പിലാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അവിടുന്ന് നമ്മൾ വീട്ടിലിടാനുള്ള അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. പിള്ളേരാണെങ്കിലും കുറച്ച് നേരമൊക്കെ എൻഗേജ്ഡ് ആയിട്ട് ഇവരുടെ കുറച്ച് സംഭവങ്ങൾക്കൊക്കെ നോക്കി അങ്ങനെ കുറച്ച് നേരം എൻഗേജ്ഡ് ആയിട്ടൊക്കെ അവിടെ ഇരുന്നോളും അങ്ങനെ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഭയങ്കര വിശപ്പും കാര്യങ്ങളൊക്കെ വന്നു. അത് പിന്നെ ഒരു ചടങ്ങാണ്. നമ്മൾ പുറത്തിറങ്ങി 1-2 മണിക്കൂറൊക്കെ ഇങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും വിശപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പോയ കടയുടെ അടുത്ത് ഷോപ്പില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തുള്ള മാളിലേക്ക് അവിടുത്തെ ഫുഡ് കോർട്ടിലേക്ക് ലക്ഷ്യം വെച്ചാണ് നമ്മൾ
പോകുന്നത് കേട്ടോ. അപ്പം ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. അവിടുന്ന് നമ്മൾ ഇറങ്ങി ഫുഡ് കോർട്ടിലേക്ക് പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഉച്ച സമയത്ത് നല്ല വിശക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹോട്ടലിലൊക്കെ കയറി ഒരു ഊണ് കഴിക്കുന്ന, അല്ലെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ കഴിക്കുന്ന സുഖം ഓർക്കുമ്പം നമുക്ക് നഷ്ടബോധം സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്, ഇവിടെ നമ്മൾ ബ്ലാൻഡ് ആയിട്ടുള്ള ഫുഡുകൾ പോയി കഴിക്കുക എന്നുള്ളതാണ്. KFCയോ അല്ലെങ്കിൽ ബർഗർ കിങ്ങോ മക്ഡിയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിട്ട് പോയിട്ടാണ് നമുക്ക് കഴിക്കാനായിട്ട് നിവൃത്തിയുള്ളൂ. പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് വലിയ കുഴപ്പമില്ല, കാരണം അവരെല്ലാ ഫുഡിനോടും യൂസ്ഡാണ്. അവരെ ചെറുപ്പത്തിൽ തൊട്ട് എല്ലാം കഴിച്ച് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ചോറിനോടൊന്നും അവർക്ക് അഡിക്ഷനൊന്നുമില്ല കേട്ടോ. ഞാനാണ് ചോറിൻ്റെയും കപ്പയുടെയൊക്കെ ആൾ. അപ്പോൾ പിള്ളേർ അതും കഴിക്കും. എന്നാൽ അവർക്കിങ്ങനെ എന്താണ്, ഇന്ത്യൻ ഫുഡിന് ടേസ്റ്റ് കൂടുതലും അല്ലാത്ത ഫുഡുകൾക്ക് ടേസ്റ്റ് കുറവും അല്ല ഫ്ലേവർ കുറവാണ്, അങ്ങനെയുള്ളൊരു ചിന്തകളൊന്നും പിള്ളേർക്കില്ല കേട്ടോ. അവർക്കത് അറിയത്തേ ഇല്ല. ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്നാണെന്നൊന്നും അറിയത്തില്ല. ചില സ്നാക്സൊക്കെ ഇന്ത്യൻ സ്നാക്സ് ഡിഫറെൻ്റാണ് എന്നുള്ളതൊക്കെ അറിയാം. അല്ലാതെ ഇവർക്ക് വലിയ കാര്യമായിട്ട് അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ട് അവർക്കിത് ഇങ്ങനെ നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇത് ഫുഡ് കോർട്ടിൻ്റെ ഒരു സൈഡ് മാത്രമാണ്, ഇപ്പുറത്തെ വശത്ത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മളിങ്ങനെ നിന്ന് അവസാനം എന്നാൽ KFC വാങ്ങിക്കാം, കുറച്ച് വിങ്സും കൂടി വാങ്ങിച്ചു കേട്ടോ. KFC നമുക്ക് UAE അല്ലെങ്കിൽ ദുബായ് അബുദാബിയിലൊക്കെ കിട്ടുന്ന KFC വെച്ച് നോക്കുമ്പം ഇവിടുത്തെ KFC കിട്ടി കടിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഒരു പ്രത്യേകിച്ച് ടേസ്റ്റും ഇല്ല, ഇച്ചിരി ഉപ്പുള്ള ഒരു സാധനം. അങ്ങനെ പക്ഷേ വിശപ്പിൻ്റെ ശക്തി കാരണം നമ്മൾ കഴിച്ചിട്ട് അവിടുന്ന് പോന്നു. അടുത്ത ഷോപ്പിലേക്ക് നമ്മൾ പോയി. ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്ന കാണുമ്പം കുറച്ച് ദൂരത്തുനിന്ന് നോക്കുമ്പം നമുക്കെല്ലാം ഭയങ്കര ഭംഗിയായിട്ട് കണ്ടിട്ട് നമ്മൾ ഓടി അടുത്ത് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചിലതൊക്കെ കാണാൻ ഭംഗിയാണ്, പക്ഷേ ക്വാളിറ്റി ഭയങ്കര കുറവാണ്. ഞാൻ പൊതുവേ ഇങ്ങനെ വില നോക്കുന്നതിനേക്കാളും ക്വാളിറ്റി നോക്കുന്നതിനേക്കാളും കൂടുതൽ കാണുമ്പം എനിക്കിഷ്ടം തോന്നുന്ന അങ്ങനത്തെ ഡ്രസ്സുകൾ എടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ദൂരെ നിന്നുള്ളൊരു ഭംഗി നമ്മളൊന്നിൻ്റെ തന്നെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നത്തില്ല. ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. നമ്മൾ ഇട്ട് നോക്കുമ്പോഴും ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാത്തരം ഡ്രസ്സുകളും അങ്ങോട്ടും മാച്ച് ചെയ്യുന്നതായിട്ട് അങ്ങനെ തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇട്ട് നോക്കുമ്പം തീരെ അങ്ങ് ചേർച്ചക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് ഉപേക്ഷിച്ച് കളയും. പിന്നെ ഞാൻ പൊതുവേ ഷോപ്പിംഗ് ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആളെ അല്ല കേട്ടോ. ഇപ്പോൾ ഈ ഗ്രോസറി ഷോപ്പിംഗ് ആണെങ്കിൽ പോലും അല്ലെ വെജിറ്റബിൾസൊക്കെ ഷോപ്പിംഗ് ആണെങ്കിൽ പോലും എനിക്ക് നമ്മുടെ നാട്ടിലെ കടയിലൊക്കെ പോയിട്ട് വാങ്ങിക്കാനും അതുപോലെ നമ്മുടെ മാർക്കറ്റിലൊക്കെ ചന്തയിലൊക്കെ പോയിട്ട് വാങ്ങിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ നമുക്കൊരു പുതുമയില്ല, എന്നും ഇത് തന്നെ, എന്നും നമ്മൾ ഒരേ തരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരേ രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാണുന്നു. അതുപോലെയൊക്കെ തന്നെയാണ് ഡ്രസ്സിൻ്റെ കാര്യം. ഓൾമോസ്റ്റ് ഒരു പാറ്റേൺ. നമ്മളൊരു ഡ്രസ്സ് ഇവിടെ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതേ ഡ്രസ്സ് ഇട്ട് ഒരാളെങ്കിലും നമ്മൾ അന്നത്തെ ദിവസം കണ്ടുമുട്ടും എന്നുള്ളതാണ്. പക്ഷെ നാട്ടിൽ എനിക്കിതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരുപാട് പേര് സെയിം ഡ്രസ്സുകളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ഇട്ടേക്കുന്ന ഒരു അതേ സാധനം തന്നെ, അതേ ഡ്രസ്സ് തന്നെ ഇട്ട് വേറെ ഒരാളെയൊന്നും നമ്മൾ കാണാറില്ലല്ലോ. അപ്പോൾ കാര്യമായിട്ട് നമ്മളൊന്നും എടുത്തില്ല, കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തു. പിന്നെ അതിന് ശേഷം ടാക്സി നോക്കി നിന്ന് നമ്മൾ 1 മണിക്കൂറോളം അവിടെ പോസ്റ്റായിപ്പോയി. ടാക്സി കിട്ടി